വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിൻ്റെ ഇന്ന് നടന്ന ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ആൻസർ എന്നുള്ളതാണ്. ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ലൈല സീ ഓൺ ദ റോഡ് സൈഡ് വൈൽ വാക്കിംഗ് ടു സ്കൂൾ? ലൈല സ്കൂളിലേക്ക് റോഡ് ക്രോസ് ചെയ്യുന്നത് ആ സമയത്ത് എന്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്? എ സാഡ് എനിമൽ, എ സാഡ് പ്ലാന്റ്, എ ഹാപ്പി ഫ്ലവർ, എ ബിഗ് ട്രീ. ഏതാണ് കൂട്ടുകാരെ? ഓപ്ഷൻ ബി ആണ്, എ സാഡ് പ്ലാന്റ് എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ ഇവിടെ എ സാഡ് പ്ലാന്റ് എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ, എ സാഡ് പ്ലാന്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തേതാണ്, വൈ ഡിഡ് ലൈല ഗിവ് വാട്ടർ ടു ദ പ്ലാന്റ്? എന്തുകൊണ്ടാണ് ലൈല ആ പ്ലാന്റിന് വാട്ടർ കൊടുത്തത്, വെള്ളം കൊടുത്തത് എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ഇറ്റ് വാസ് ഹംഗ്രി. എന്താണ്? അതിന് നല്ല വിശപ്പുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. അതിന് നല്ല ദാഹമുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സ്ലീപ്പി. എന്താണ്? അത് ഉറങ്ങുകയായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഹാപ്പി. അത് നല്ല സന്തോഷത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ബിക്കോസ് ഇറ്റ് വാസ് തേഴ്സ്റ്റി. അതിന് നല്ല ദാഹമുണ്ടായിരുന്നു. മൂന്നാമത്തേത്, ലൈല ഗേവ് വാട്ടർ ടു ദ പ്ലാന്റ്, വാട്ട് ഹാപ്പൻ ദെൻ? ലൈല പ്ലാന്റിന് വെള്ളം കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇറ്റ് ബിക്കെയിം ഡ്രൈ അഗെയിൻ. അത് വീണ്ടും ആകെ ഡ്രൈ ആയി, വരണ്ടുപോയി. ഇറ്റ്സ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ. അതിൻ്റെ ഇലകളൊക്കെ ഫ്രഷും നല്ല പച്ചപ്പുള്ളതും ആയി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ. അത് പറക്കാൻ തുടങ്ങി. ഇറ്റ് ഡിസപ്പിയേർഡ്. അത് അവിടെ നിന്നും മാഞ്ഞു പോയി. ഏതാണ് സംഭവിച്ചത്? ഇറ്റ്സ് ലീവ്സ് ബിക്കെയിം ഫ്രഷ് ആൻഡ് ഗ്രീൻ അല്ലേ? ഫോർത്ത് വൺ, വേർ ഡിഡ് ദ പ്ലാന്റ് ടേക്ക് ലൈല? എവിടെ നിന്നാണ് ലൈല ആ പ്ലാന്റ് എടുത്തത്? ടു എ മാജിക്കൽ ഫോറസ്റ്റ്. ഒരു മാജിക്കൽ ഫോറസ്റ്റിൽ നിന്നും. ടു എ ബിഗ് സിറ്റി. ഒരു വലിയ സിറ്റിയിൽ നിന്നും. ടു എ ബ്യൂട്ടിഫുൾ ബീച്ച്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചിൽ നിന്നും. ടു എ ഹൈ മൗണ്ടെയിൻ. നല്ല ഒരു വലിയ മൗണ്ടെയിനിൽ നിന്നും. എവിടെയായിരുന്നു? ടു എ ബിഗ് സിറ്റിയിൽ നിന്നാണ്. 5, ദ ഫ്ലവേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് വേർ ഡാഷ് ഇൻ കളർ. ഫോറസ്റ്റിലെ ഫ്ലവേഴ്സൊക്കെ ഏത് കളറായിരിക്കും? ബ്ലൂ, ഗോൾഡൻ, സിൽവർ, റെഡ്. ഏതാണ്? ഗോൾഡൻ കളറായിരിക്കും. ഓക്കെ, സോറി, മാജിക്കൽ ഫോറസ്റ്റിൽ നിന്നാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ 5 ചോദ്യവും അവയുടെ ഉത്തരവും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ആക്ടിവിറ്റി നമ്പർ 2 ആണ്, റീഡ് ആൻഡ് ആൻസർ. എന്താണ്? വായിക്കുക എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെർ ബാക്ക് ഹോം. ഡൊറോത്തിയും ടോട്ടോയും തിരിച്ച് വീട്ടിലേക്ക് എത്തി. ദേ വെർ ഹാപ്പി. അവർ നല്ല സന്തോഷത്തിലായിരുന്നു. വി ആർ സോ ഗ്ലാഡ് യു ആർ ബാക്ക്, അങ്കിൾ ആൻഡ് ആൻഡ് സൈഡ്. അപ്പോൾ അങ്കിളും ആൻറ്റും പറഞ്ഞു നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ദേ ഹഗ്ഡ് ഹെർ. അവരെന്താണ്? അങ്കിളും ആൻറ്റിയും കൂടെ അവളെ കെട്ടിപ്പിടിച്ചു. ലെറ്റ്സ് ഹാവ് എ പാർട്ടി. ഇനി നമുക്കൊരു പാർട്ടി നടത്താമെന്ന് പറയാണ്. സെഡ് അങ്കിൾ. ആരാ പറഞ്ഞത്? അങ്കിളാണ് പറഞ്ഞത്. ആൻഡ് പ്രിപ്പയർ എ വണ്ടർഫുൾ സപ്പർ. അങ്ങനെ ആൻറ്റി എന്ത് ചെയ്തു? നല്ല ഒരു സപ്പർ ഉണ്ടാക്കി. ദ ഹാഡ് കേക്ക്, ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട്സ്. അതുപോലെ തന്നെ അവർ കേക്കും ഐസ്ക്രീമും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. ഡൊറോത്തി ഫോൾഡ് ദം അബൌട്ട് ഹെർ അഡ്വഞ്ചർ. അങ്ങനെ ഡൊറോത്തി എന്ത് പറഞ്ഞു? അവരുടെ അടുത്ത് അവർ നടന്നിട്ടുള്ള ഈ അഡ്വഞ്ചറിനെ കുറിച്ചിട്ട്, ആ യാത്രയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. ബട്ട് ദെൻ ടോട്ടോ സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അങ്ങനെ ടോട്ടോ എന്ത് ചെയ്തു? ആ സമയത്ത് ഇങ്ങനെ ബാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വാട്ട്സ് റോങ് ടോട്ടോ? തൊറോത്തി ആസ്ക്. അപ്പോൾ തൊറോത്തി ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്? എന്താണ് തെറ്റ്? അല്ലെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. ടോട്ടോ റാൻ ടു ദ ഡോർ ആൻഡ് എ ബാർക്ക്ഡ് അഗെയിൻ. അങ്ങനെ ടോട്ടോ എന്ത് ചെയ്തു? വീണ്ടും ഡോറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ബാർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. തൊറോത്തി ഓപ്പൺ ദ ഡോർ. അങ്ങനെ തൊറോത്ത് എന്ത് ചെയ്തു? വാതിലിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. ദ വിസാർഡ് ഓഫ് ഓസ് വാക്ക്ഡ് ഇൻ. അങ്ങനെ അപ്പോഴാണ് വിസാർഡ് ഓഫ് ഓസ് അവിടെ നടക്കുന്നതായിട്ട് കണ്ടത്. ഐ കെയിം ടു താങ്ക് യു ഫോർ സേവിങ് അവർ ലാൻഡ്. എന്താ പറഞ്ഞത്? ഞാനിവിടെ വന്നത് ഞങ്ങളുടെ രാജ്യം നിങ്ങൾ സേവ് ചെയ്തതിനെ കുറിച്ച് താങ്ക്സ് പറയാനാണ്. ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. തൊറോത്തി വാസ് സർപ്രൈസ്ഡ്. അപ്പോൾ തൊറോത്തിക്ക് വളരെയധികം സർപ്രൈസ് ആയിപ്പോയി. ദ വിസാർഡ് ഗിഫ്റ്റഡ് എ പെയർ ഓഫ് മാജിക് ഷൂസ് ടു തൊറോത്തി. അങ്ങനെ വിസാർഡ് എന്ത് ചെയ്തു? തൊറോത്തിക്ക് ഒരു മാജിക് ഷൂസ് ഡൊറോത്തിക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇവിടുത്തെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഭാഗം എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡൊറോത്തി അങ്കിൾസ് ആൻഡ് ആൻഡ് വെരി ഗ്ലാഡ് ബിക്കോസ്. എന്താണ്? ഡൊറോത്തിയുടെ അങ്കിളും ആൻറ്റും ഹാപ്പി ആയിരുന്നു. എന്തുകൊണ്ടാണ്? ആൻഡ് പ്രിപ്പയർ എ സപ്പർ. ആൻഡ് ഒരു സപ്പർ പ്രിപ്പയർ ചെയ്തതുകൊണ്ട്. ഡൊറോത്തി വാസ് ബാക്ക് ഹോം. ഡൊറോത്തി തിരിച്ച് വീട്ടിലേക്ക് വന്നതുകൊണ്ട്. ദ വിസാർഡ് ഓഫ് ഓസ് വിസിറ്റഡ് ദം. വിസാർഡ് ഓസ് വിസിറ്റ് ചെയ്തതുകൊണ്ട്. ഡൊറോത്തി ഗോട്ട് എ ഗിഫ്റ്റ്. ഡൊറോത്തിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട്. എന്തായിരുന്നു? ഡൊറോത്തി വാസ് ബാക്ക് ഹോം അല്ലെ, ഡൊറോത്തി വീട്ടിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ്. സെക്കൻഡ് വൺ, ഡൊറോത്തീസ് അങ്കിൾ സജസ്റ്റ്
സജസ്റ്റഡ്, ദൊറോത്തിയുടെ അങ്കിൾ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു. ടു ഹാവ് എ പിക്നിക്, ഒരു പിക്നിക്ക് പോവാം. ടു ഹാവ് എ പാർട്ടി, ഒരു പാർട്ടി നടത്താം. ടു ഗോ ടു ദ പാർക്ക്, നമുക്ക് പാർക്കിലേക്ക് പോകാം. ടു വാച്ച് എ മൂവി, നമുക്കൊരു മൂവി വാച്ച് ചെയ്യാം. ഏതായിരുന്നു? ടു ഹാവ് എ പാർട്ടി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തേത് ടോട്ടോ സോ ദ വിസാർഡ് ഓഫ് ഓസ് ഇറ്റ് സ്റ്റാർട്ടഡ്. എന്താണ്? ടോട്ടോ വിസാർഡ് ഓഫ് ഓസിനെ കണ്ടപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. എന്താ സ്റ്റാർട്ട് ചെയ്തത്? ബാക്കിങ്, റണ്ണിങ് എവേ, ക്രൈയിങ്, വാക്കിംഗ് ടൈൽ. ഏതാണ്? ബാക്കിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് വേർഡ് ഓഫ് ദ സ്റ്റോറി മീൻസ് ഹാപ്പി? ഏത് വേർഡാണ് ഹാപ്പി എന്നുള്ള മീനിങ്ങിൽ സ്റ്റോറിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്? ബാക്ക്, ഗ്ലാഡ്, താങ്ക്, ബാക്ക്. ഏതാണ്? ഗ്ലാഡ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. ഇനി അഞ്ചാമത്തേത് ദ വിസാർഡ് ഓഫ് ഓസ് ഗിഫ്റ്റഡ് ഡാഷ് ടു തൊറോത്തി. വിസാർഡ് ഓഫ് ഓസ് തൊറോത്തിക്ക് ഗിഫ്റ്റ് കൊടുത്തു. എ പെയർ ഓഫ് മാജിക് ഷൂസ്, എ റിംഗ്, എ ബാങ്കിൾ, എ ബുക്ക്. ഏതാണ്? എ പെയർ ഓഫ് മാജിക് ഷൂസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തത് അറ്റംപ്റ്റ് എനി 3 ആക്ടിവിറ്റീസ് ഫ്രം 3 to 6. ഓക്കെ, 3 മുതൽ 6 വരെയുള്ളതിൽ ഏതെങ്കിലും 3 എണ്ണമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മൂന്നാമത്തത് ആഡ് മോർ ലൈൻസ് ആണ്. ദൊറോത്തി സേവ്ഡ് ദ മസ്കിൻസ് ഫ്രം ദ ക്രൂവൽ വിച്ച്. എന്താണ്? ദൊറോത്തി ഒരു ക്രൂവൽ വിച്ചിൽ നിന്നും നമ്മുടെ മസ്കിൻസിനെ ഒക്കെ സേവ് ചെയ്തു അല്ലേ. ദേ വർ റിയലി ഹാപ്പി, അവർ വളരെ സന്തോഷത്തിലായിരുന്നു. ദേ കൈം ടു വിസിറ്റ് ദൊറോത്തി വിച്ച് സം ഗിഫ്റ്റ്. അങ്ങനെ അവർ എന്താണ്? ഒരുപാട് ഗിഫ്റ്റുമായിട്ട് ദൊറോത്തിയുടെ അടുത്തേക്ക് വരികയാണ്. ഹിയർ ഈസ് ദെയർ സോങ്. അങ്ങനെ അവർ സോങ് പാടുകയാണ്. കംപ്ലീറ്റ് ദ സോങ് ബൈ ആഡിങ് മോർ ലൈൻസ്. അപ്പോൾ കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഡിയർ ദൊറോത്തി, നൈസ് ടു സീ യു, താങ്ക് യു ഫോർ യുവർ help. Here is an apple. It's very sweet. Take this gift from me. Next എന്തായിരിക്കും? Dear Dorothy, nice to see you. Thank you for your help. Then here is an apple എന്നുള്ളിടത്ത് here is an എന്താണ്? orange. It's very sweet അല്ലേ. അങ്ങനെ എന്തെങ്കിലും മാറ്റി നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിഡിൽസ് ആണ്. Read the following riddles and write the answers in the given box. Okay. റീഡ് ദ ഫോളോയിങ് റിഡിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഐ ലീവ് ഇൻ എ വുഡൻ ഹൗസ്. ഞാനൊരു വുഡൻ ഹൗസിലാണ് താമസിക്കുന്നത്. മൈ ഹൗസ് ഈസ് ഇൻ ദ മിഡിൽ ഓഫ് മെഡോ. മെഡോയുടെ മിഡിലാണ് എൻ്റെ ഹൗസ് ഉള്ളത്. ഐ ലീവ് വിത്ത് മൈ അങ്കിൾ ആൻഡ് ആൻറ്റി. ഞാൻ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെയാണ് താമസം. ഹു ആം ഐ? ഞാൻ ആരായിരുന്നു കൂട്ടുകാരെ? അത് ദൊറോത്തിയാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? ദൊറോത്തി. ഓക്കെ, ദൊറോത്തി എന്ന് എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ, ഐ ആം ദൊറോത്തീസ് പെറ്റ്. ഞാൻ ദൊറോത്തിയുടെ പെറ്റാണ്. വെൻ ദ സ്റ്റോം കെയിം ഐ ഡിഡ് അണ്ടർ എ കോട്ട്. എന്താണ്? സ്റ്റോം വന്നപ്പോൾ ഞാൻ കോട്ടിൻ്റെ അടിയിലേക്ക് ഒളിച്ചു. ഹു ആം ഐ? ആരാണത്? ടോട്ടോയാണ് അല്ലേ, ടോട്ടോ. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ടോട്ടോ എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ. വി ആർ സ്മോൾ പീപ്പിൾ. ഞങ്ങൾ ചെറിയ ആളുകളാണ്. വി വിയർ ഹാറ്റ്സ് വിത്ത് ടൈനി ബെൽസ്. ഞങ്ങൾ ആ ചെറിയ ഹാറ്റ്സ് ഒക്കെ ധരിക്കും. വി ആർ തൊറോത്തീസ് ഫ്രണ്ട്. ഞങ്ങളും തൊറോത്തിയുടെ ഫ്രണ്ടാണ്. ഹൂ വേർ ഞങ്ങൾ ആരായിരുന്നു? മച്കിൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ മച്കിൻസ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. മച്കിൻസ്. ഓക്കെ, മച്കിൻസ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നെക്സ്റ്റ് നോക്കൂ. ഫോർത്ത് വൺ, റൈറ്റ് എ റീഡിൽ അബൌട്ട് ദ ഫാർമർ ഫ്രം ദ സ്റ്റോറി ഹോണസ്റ്റി പേസ്. ഹോണസ്റ്റി പേസ് എന്നുള്ള സ്റ്റോറിയിലെ ഫാമറിന് പറ്റുന്ന ഒരു റീഡിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റി നോക്കൂ. ദ ഫാർമർ ഡിസൈഡഡ് ടു ഗിഫ്റ്റ് സം ഫ്രഷ് വെജിറ്റബിൾ ടു ദ കിങ്. എന്താണ്? ഫാർമർ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിങ്ങിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹി കളക്റ്റഡ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഗോട്ട് റെഡി ടു ഗോ ദ പാലസ്. അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പാലസിലേക്ക് പോവുകയാണ്. അറ്റ് ദാറ്റ് ടൈം ഹിസ് വൈഫ് കെയിം ദർ. അങ്ങനെ ആ സമയത്ത് വൈഫ് അവിടെ വന്നു. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ്. അങ്ങനെ ഫാർമറും വൈഫും തമ്മിലുള്ള കോൺവെർസേഷനാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫാമേഴ്സ് വൈഫ് ചോദിക്കുകയാണ്, വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ഫാർമർ പറയാണ്, ഐ ആം ഗോയിങ്. ഞാൻ പോകുന്നത് എവിടേക്കാണ്? ഐ ആം ഗോയിങ് ടു സീ ദ കിങ് അല്ലേ. അപ്പോൾ എന്തിനാ പോകുന്നത്, ഏതൊക്കെയാണെന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ്, റൈറ്റ് എ സ്റ്റോറി എന്നുള്ളതാണ്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി ആൻഡ് റൈറ്റ് എ സ്റ്റോറി ഇൻ ദ ഗിവൺ സ്പേസ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ നമ്മൾ മോഡൽ പേപ്പറും അതുപോലെ തന്നെ HS അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതേ മോഡലിൽ തന്നെയായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറും വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.